ഹലോ ഗൈസ്, ഇതാ അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സോഡ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഇതാ നമ്മുടെ വാസുണ്ണൻ്റെ വെപ്പൺ ഷോപ്പിലാണ് പോകണേ. വാസൂസ് വെപ്പൺ ഷോപ്പ്. ആളിച്ചിരി ടെററാണ് ഗൈസ്, ടെറർ. ഓക്കെ, നമുക്കിനി എന്തായാലും വാസുണ്ണ എങ്ങനെ പോണ് കച്ചവടമൊക്കെ? പിന്നെ ഉണ്ടല്ലോ, ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു 3 എമറാൾഡിൻ്റെ ഒരു അയൺ സോഡ് വേണം. കസ്റ്റം സോഡോ? അതൊന്ന് എവിടെ ഒന്ന് കാണിക്കാവോ കസ്റ്റം സോഡ്? ഓ, ഇതിനകത്ത് കുറേ സോഡ് ഉണ്ടല്ലോ. പക്ഷേ വാസുവണ്ണ, എൻ്റെ അടുക്ക് ഇപ്പം 9 എമറാൾഡേ ഉള്ളൂ. എനിക്ക് ഇത് ഫുള്ള് വാങ്ങാൻ വേണ്ടിയുള്ള കാശൊന്നും ഇല്ല. ഇപ്പം എന്താ ചെയ്യുക, എനിക്ക് സാധാരണ അയൺ സോഡ് മാത്രം മതി. ഓ ഗൈസ്, നമുക്കിപ്പം എന്താ പറയുക, കസ്റ്റം സോഡൊന്ന് ട്രയലായിട്ട് യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസിസ്റ്റേറ്റ്. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ പുതിയൊരു മോഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കസ്റ്റം സോഡ്സിൻ്റെ മോഡ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളിത് ഇന്ന് ഒരുപാട് നിങ്ങൾക്കിപ്പോൾ നോക്കി കാണാൻ ഡേർട്ട് സോഡ്, ഫിഷ് സോഡ്, എക്സ് സോഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോഡ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്. അപ്പം TNT സോഡും ഉണ്ട് ഗൈസ്. ഓക്കെ, TNT സോഡുണ്ട്. അപ്പം നേരത്തെ ഞാനൊരു എന്താ പറയുക, മോർ സോഡ്സ്, കസ്റ്റം സോഡ്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പം ആ സോഡ്സിനൊന്നും പ്രത്യേകിച്ച് എന്താ പറയുക, സ്പെഷ്യൽ എബിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്ന സോഡ്സിന് സ്പെഷ്യൽ എബിലിറ്റീസ് എല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഓരോ സ്പെഷ്യൽ എബിലിറ്റീസ് എല്ലാം കാണാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഒരുപാട് പറയടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഫസ്റ്റ് സോഡ ട്രൈ ചെയ്യാനുള്ളത് നോക്കാം. എന്താ ഡേർട്ട് സോഡാണ് ഗൈസ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പവർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആരും ഇല്ലേ? ആരെങ്കിലുമൊക്കെ വാടേ. ഓക്കെ ഗൈസ്, ഇതാ ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പശു 1 2 3 4 ഗൈസ്, 4 അടി എടുത്തിട്ടാണ് ഗൈസ് ഈ സോഡ് വെച്ചിട്ട്. എൻ്റെ കൈ വെച്ചടിച്ചാൽ ഇങ്ങനെ വരുന്നല്ലോ, അറിഞ്ഞൂടെ ഒന്നുണ്ടോ? ഓക്കെ ഗൈസ്, കോഴീനെ അടിച്ചിട്ട് കോഴിക്ക് ഒന്നും സംഭവിച്ചില്ല ഗൈസ്. അയ്യോ, അപ്പോൾ ഇതെന്തൊരു കൂടെ സോഡ ഗൈസ്. ഇത് പേര് പോലെ തന്നെ ഇത് വെറും ഡേർട്ട് സോഡാണ് ഗൈസ്. ഓക്കെ, അപ്പം ഈ സോഡിൻ്റെ മാർക്ക് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത സോഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് രണ്ടാമതായിട്ട് ട്രൈ ചെയ്യാനുള്ള ഫിഷ് സോഡാണ് ഗൈസ്. എന്തോ അത്? ഓ ഗൈസ്, എന്നെ കാണാൻ ഗ്രാനിനെ പോലെ ഇല്ലേ? ഗ്രാനിക്കകത്ത് ഫിഷ് ഇല്ലല്ലോ അല്ലേ? സോറി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ 3 ഹിറ്റിലാണ് ഗൈസ് പശു മരിച്ചത്. എങ്കിലും പവറില്ല ഗൈസ്. ഓക്കെ, ഇതും വെറും ഡേർട്ട് സോഡ് പോലെ തന്നെയാണോ? അറിഞ്ഞൂടാ ഗൈസ്. ഇതിനകത്ത് സ്പെഷ്യൽ എബിലിറ്റി ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഓ ഗൈസ്, ഒരു കാര്യം നോക്കാം. നമുക്ക് ഈ പശുവിനെ വെള്ളത്തിൽ തള്ളി, ഇത് ഫിഷ് സോഡാണല്ലോ, അതുകൊണ്ട് വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് നമുക്ക് അടിച്ച് നോക്കാം. ബിഗ് ബ്രെയിൻ മൂവ്മെൻറ്റ്. ഓക്കെ, അടിച്ചിട്ടൊന്നും ആയില്ല ഗൈസ്. ഓക്കെ, അടിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ആയില്ല. ഇതും ഡേർട്ട് സോഡ് പോലെ തന്നെ ഒരു രസവുമില്ലാത്ത സോഡാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനിയാണ് ഗൈസ് സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള സോഡൊക്കെ വരാൻ വേണ്ടി പോണേ. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്ത സോഡ് ഏതാ ഉള്ളത് നോക്കാം. ഓക്കെ, ഫിഷ് സോഡ്, എഗ് സോഡാണ് ഗൈസ്, അഥവാ മുട്ട സോഡ്. ഓക്കെ, നമുക്ക് ഇതിന് ട്രൈ നോക്കാം. ഓഹോ, നിനക്ക് ആദ്യം തന്നെ ട്രൈ ചെയ്യണം അല്ലേ? നമുക്ക് നോക്കാം. ഓ, ഇതാരും എൻ്റെ ഇടയ്ക്ക് ഗൈസ്, നിങ്ങളത് കണ്ടാൽ ഞെക്കി പിടിക്കുമ്പോൾ ഇതിനകത്ത് മുട്ട തെറിക്കും ഗൈസ്. ഇതാ, യോ എഗ് അറ്റാക്ക്. നിൽക്കടാ കോടി, നീ മുട്ട ഇടൂടാ. ഓക്കെ, പോടാ. ഓ ഗൈസ്, ഇതിന് നല്ല ഡാമേജ് അറ്റാക്കും ആവശ്യത്തിന് നല്ല എന്താ പറയുക, വുഡൻ സോഡിന് അത്ര ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇത് വെച്ച് മുട്ട വിടാൻ വേണ്ടി പറ്റും ഗൈസ്. ഇങ്ങനെ ടേൺ. ഓ ഗൈസ്, പൊളി സാധനം. എടാ, ഇനി നീ മുട്ട ഇടുവോടാ. ഓക്കെ ഗൈസ്, ഒരു കുഞ്ഞ് കോഴി വന്നു ഗൈസ് ആ മുട്ടേൻ്റെ പുറത്തുനിന്ന്. ഓ ഗൈസ്, ഇത് നല്ല രസമുണ്ട് ഗൈസ്. ഇത് എത്ര നേരം എടുക്കും ഇതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഈ മുട്ട വെച്ച്? ഓക്കെ, നല്ല രസമുണ്ട് ഗൈസ്. ഓ, പൊളി സാധനം. അതെ, അടുത്ത കുഞ്ഞും ചാടി വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ സോഡിൻ്റെ മാർക്ക് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കി എന്തായാലും അടുത്ത സോഡ് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത ആളാരാണ് നോക്കാം. അടുത്തായിട്ടൊരു പച്ച സോഡാണല്ലോ. എന്താ അത്? മീനാ മുലക്കാനും പോയിരിക്കും. ഓക്കെ, നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ലീവ് സോഡാണ് ഗൈസ്. ഓക്കെ, പച്ചിലകൾ കൊണ്ടുള്ള ഒരു കത്തി, ആയുധം. ഓക്കെ, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഇതിനകത്ത് പ്രത്യേകിച്ച് പവറൊന്നുമില്ല, ഞെക്കി പിടിച്ചിട്ട് ഒന്നും ആവുന്നില്ലല്ലോ. ഓ ഗൈസ്, ഇതും പ്രത്യേകിച്ച് പവറൊന്നും കാണുന്നില്ല ഇതിനകത്ത്. അടി വാട്ട്? ആ പന്നി ആപ്പിൾ ഇട്ടിട്ട് പോയോ? എന്തോ അത്? നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്.
ഓ ലീവ് സോഡ് വെച്ചിട്ട് നമ്മൾ മോബ്സിനെ അടിക്കുവാണെങ്കിൽ അത് ആപ്പിൾ ഇടാൻ വേണ്ടിയുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഈ പന്നി അത് റിയൽ സസ്സായിരുന്നു ഗൈസ്. ഓക്കെ എൻ്റെ മോനെ. ഓക്കെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി എത്തിച്ച് നമ്മളിങ്ങനെ അടിച്ചാൽ മോബ്സിനെ അടിച്ചാൽ ചിലപ്പോൾ അത് ആപ്പിൾ ഇടാൻ വേണ്ടിയുള്ളൊരു സാധ്യത ഉണ്ട്. ഇതാ നമുക്കിപ്പോൾ 4 ആപ്പിൾ കിട്ടി. അപ്പോൾ വിശക്കുവാണെങ്കിൽ ഇങ്ങനെ വേറെ ഏതെങ്കിലും സോംബിയൊക്കെ വരുമ്പോൾ അതിനെ തല്ലിക്കൊന്നാൽ മതിയല്ലോ. നമുക്ക് ആപ്പിൾ കിട്ടും ഗൈസ്, ആപ്പിൾ. ഓ അതെന്തായാലും നല്ലൊരു സോഡായിരുന്നു. നമുക്കിനി അടുത്ത ആളെ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിനി ട്രൈ ചെയ്ത് നോക്കാൻ പോകണം ആക്സിലോട്ടൽ ആൻഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു സോഡാണ്. സോഡ് എന്ന് പറയാൻ എന്താ ആക്സിലോട്ടലിൻ്റെ സംഭവമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പവറൊന്നും കാണുന്നില്ല. ഞെക്കി പിടിച്ചിട്ടും ആക്സിലോട്ടൽസ് ഒന്നും വരുന്നില്ലല്ലോ. പ്രത്യേകിച്ച് പവറൊന്നും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. വന്നി ഇതിൻ്റെ പവർ എന്താന്ന് നീ പറഞ്ഞതാ. തടിച്ചിട്ട് പവറൊന്നും കാണുന്നില്ലല്ലോ. വാടേ എവിടെ ഒന്ന് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഞാൻ കാണുന്ന ഓപ്ഷനെല്ലാം അടിച്ചു നോക്കുവാണ്. വാട്ട് നത്തിങ് ഒന്നുമില്ലേ. കോഴി നീയെങ്കിലും ഇതിൻ്റെ പവർ എന്താന്ന് നമുക്കിൻ്റെ എഫക്റ്റ് വന്നു ഗൈസ്. ഓ റീജനറേഷൻ. ഓ ഇത് വെച്ച് മോംസിനെ അടിച്ചാൽ റീജനറേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നീ അല്ല ആടെ എനിക്ക് റീജനറേഷൻ എന്താ. ഓക്കെ ഓ ഗൈസ് പൊളി സാധനം. നില്ല് റീജനറേഷൻ. ഓക്കെ ഗൈസ് പൊളി സാധനം. ഈ സോഡ എന്തായാലും നല്ല രസമുണ്ട് ഗൈസ്. ഒരു ക്യൂട്ട് സോഡാണ് ഗൈസ്. ഓക്കെ നമുക്കിനി എന്തായാലും അടുത്ത സോഡ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു തണുത്തുറഞ്ഞ സോഡാണ് ഗൈസ്, അഥവാ ഐസ് സോഡ്. ഓക്കെ ഓ ഇത് നല്ല പവർ ഉണ്ടല്ലോ. ഓക്കെ ഓയ് ഓ ഗൈസ് എന്തോ എഫക്റ്റൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഞെക്കി പിടിക്കും. ഇതിനകത്തുനിന്ന് സ്നോ ബോൾ തെറിക്കുന്നുണ്ട് ഗൈസ്. നില്ലടാ നിന്നെ എറിഞ്ഞ് വീഴ്ത്തു. ഓ എൻ്റെ നെഞ്ചത്തുനിന്ന് ഐസ് ബോൾ എൻ്റെ നെഞ്ചത്തുനിന്ന് ഐസ് ബോൾ വരുന്നത് ഗൈസ്. ഓക്കെ നോക്കിനി എവിടെ നിന്നെയൊക്കെ ഇന്ന് തീർത്ത്. ഇത് ഐസാവോ? ഇല്ല ഞാൻ മൈൻക്രാഫ്റ്റ് ലോജിക് ചില സമയത്ത് ഇറ്റ് മേക്സ് നോ സെൻസ്. ഓക്കെ നോക്കി എന്തായാലും ഓ ഗൈസ് ആകാശത്തോട്ടൊക്കെ നമ്മൾ വിടുവാണ് ഗൈസ്. ഓക്കെ അടുത്ത സോഡ് നമ്മൾ എന്താ നോക്കാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ അല്പം ആപ്പിൾ ആവാം എന്നിട്ട് പറയാം. ഓക്കെ ഗൈസ് നമ്മളിനി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്ന സോഡ് വെബ് സോഡാണ് ഗൈസ്. ഓക്കെ വെബ്. ഓക്കെ ഇതിനകത്ത് എന്താ പവർ നമുക്ക് നോക്കാം. നില്ല്. ഓ ഗൈസ് ഇതിന് നല്ല ഡാമേജും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വെച്ച് മോബ്സിന് അടിച്ചാൽ വെബ് വരും ഗൈസ്. യെസ് ലൈക്ക് സ്പൈഡർമാൻ. ഓ ഗൈസ് പൊളി സാധനം. അതേപോലെ തന്നെ ഗൈസ് ആരെങ്കിലും സ്പൈഡർമാൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ എന്തായാലും നമ്മുടെ പിഗ്ഗിയും ഇത് പശു അവിടെ പെട്ട് കിടക്കുകയാണ്. ഒരല്പം ദയ കാണിക്കട്ടെ, ഞാൻ വെറുതെ വിടട്ടെ ഇവരെ. ദയ കാണിക്കാനാണെങ്കിൽ മൈൻക്രാഫ്റ്റ് കളിക്കേണ്ട കാര്യം കേട്ടോ. നില്ലടാ അവിടെ. ഓ പാവം പിഗ്ഗി, അവൻ നേരെ മറ്റേ വെബിലോട്ടാണ് എന്ന് വീണ ഗൈസ്. ഓക്കെ ഇത് വെച്ച് മോബ്സിനടിച്ച അപ്പം ഞാനും വെബിനകത്തായി. നോ പ്രോബ്ലം. ഓക്കെ ഗൈസ് എന്തായാലും ഇതൊരു കിഴിൽ സോഡാണ് ഗൈസ്. ഓക്കെ നോക്കി ഞാൻ എന്തായാലും അടുത്ത സോഡ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷൽക്കർ സോഡാണ്. ബോയ്സ് നമ്മുടെ ഷൽക്കർ സോഡ് ഇത് വെച്ച് അടിച്ചാൽ മോബ്സ് പറന്നു പോകും ഗൈസ്, ലെവിറ്റേറ്റ് ആവും. എന്നിട്ട് ഫോൾ ഡാമേജ് എടുത്ത് മരിക്കും ഗൈസ്. ഓ പൊളി സാധനം എൻ്റെ മോനെ ഗൈസ്. നമുക്കിനി ഈ പിഗ്ഗിനെ ട്രൈ ചെയ്യാം. പിഗ്ഗി പോ ഗോ. വൗ ഗൈസ് എത്ര സുന്ദരമായിട്ടാണ് പറക്കുന്നത് നോക്കൂ. എന്നിട്ട് എങ്ങനെയാണ് എത്ര സുന്ദരമായിട്ട് മരിച്ചതെന്ന് നോക്കൂ. ഓക്കെ നമുക്കിനി എന്തായാലും ഈ കൗവിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൗ ഗൈസ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഐക്യമുള്ള പശുവാണ് ഗൈസ് അത്. കിടലൻ സാധനം. ഓക്കെ നമുക്കിനി കൗ ഇതിനെ പറത്തി വിടാം. നീ ഒരു വർണ്ണപ്പട്ടം പറന്നു പോ. ഗൈസ് നമ്മുടെ വർണ്ണപ്പട്ടം മുകളിലെത്തി ഫോൾ ഡാമേജ് എടുത്ത് മരിച്ചു. ഇത് നിലത്ത് മുട്ടുന്നേക്കാളും മുന്നേ മരിച്ചു പോകണോ ഗൈസ്. നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി വേണം ഗ്ലോ സ്റ്റോൺ സോഡാണ്. ഗൈസ് ഗ്ലോ സ്റ്റോൺ സോഡ് വെച്ച് നമ്മൾ അടിച്ച് നോക്കാൻ നൈറ്റ് വിഷൻ കിട്ടും ഗൈസ്. ഇത് ശരിക്കും ഉപയോഗിക്കാനുള്ള സമയം രാത്രിയാണ് ഗൈസ്. ഓക്കെ നമുക്കിനി ഏതായാലും നമ്മുടെ പിഗ്ഗി ഗൈസ് ഇത് വെച്ച് അടിച്ചാൽ നമുക്ക് നൈറ്റ് വിഷൻ കിട്ടും ഗൈസ്. പൊളി സാധനം പെവർ. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് ഇനി കേവിനകത്തൊക്കെ പോകുമ്പം ഇനിയെന്ന് വെച്ചാൽ ഇതിപ്പം ഒരു മോഡൽ ഞാൻ യൂസ് ചെയ്യുള്ളൂ അങ്ങനെ. ഓക്കെ എന്തായാലും ഇത് ശരിക്കും ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഗൈസ്. ഗ്ലോ സ്റ്റോൺ വെച്ചൊരു സോഡോ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടായിരുന്ന കിടിലായിരുന്നു. ഓക്കെ നമുക്കിനി എന്തായാലും ഇനി അടുത്ത സോഡ ട്രൈ ചെയ്ത് നോക്കാം. ഏതാ അടുത്തത്? ഓക്കെ ഗൈസ് നമ്മൾക്കിനി ഉള്ളത് എൻഡർ സോഡാണ് ഗൈസ്. ഓക്കെ എൻഡർ സോഡ്. ബോയ്സ് ഇതാ അടി. ഗൈസ് ഇതിനെന്തോ മോബ്സിനെന്തോ ഇത് കൊടുക്കുന്നുണ്ട്. ഗൈസ് ഇത് ഞെക്കിപ്പിടിച്ചാൽ ഇതിനകത്ത് നിന്ന് എൻഡർപ്പേൾ പോവാം ഗൈസ്. പൊളി സാധനം കൊള്ളാലോ. ഇത് കൊള്ളാലോ പെവർ സാധനം. ഓക്കെ കൊള്ളാം ഗൈസ്, കിടിലൻ സാധനമാണ്. നമുക്കിനി എൻഡർപ്പേളിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഇത് മാത്രം റിയലി
ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മുടെ സാധനം എല്ലാം എടുക്കാം. ഓക്കെ, നമുക്ക് ഗൈസ് ഇത് പൊളി സാധനമാണ് ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ എൻട്രപ്പുകൾ കിട്ടും. ഇപ്പോൾ ഗൈസ് എൻട്രപ്പുകൾ പറക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് എത്രയാണ് എൻട്രപ്പുകൾ ആവശ്യം അത്ര എൻട്രപ്പുകൾ നമുക്ക് കിട്ടും ഗൈസ്. അതുകൊണ്ട് കിടിലൻ സോഡ്. ഇത് രണ്ടും ഒരു തവണ ഒരേപോലെ വർക്കാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത സോഡ് നോക്കാം. ഓക്കെ, ഇനി അടുത്ത സോഡ് എന്ന് വെച്ചാൽ കോപ്പർ സോഡാണ്. ഇതിൻ്റെ പവർ എന്താ നോക്കാം. പശു കമ. ബോയ്സ്, ഇത് എൻ്റെ മോനെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും എപ്പിസോഡാണല്ലോ ഗൈസ്. ഒക്കെ ഇത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും മോബിനെ അടിച്ചാലേ ഇതിനകത്തൊന്ന് ഞെക്കി പിടിച്ചാൽ എന്താ പറയുക, ഇടി വെട്ടും ഗൈസ്. ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ് ഞാനിപ്പോൾ കത്തും. ഓക്കെ, ചത്തില്ല, ഭാഗ്യം. ഗൈസ് പൊളി സാധനം. നമുക്കിത് ഏതെങ്കിലും ഹോസ്റ്റൈൽ മോബ്സിൽ ട്രൈ ചെയ്താലോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സോംബിയിൽ ട്രൈ ചെയ്യാം. പോ ഗൈസ്, നമുക്ക് ഇടി വെട്ടാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, നമുക്കിനി എന്തായാലും ക്രീപ്പറിനെ ട്രൈ ചെയ്യാം ഗൈസ്. പോടാ നമുക്കെന്തായാലും ഇവനെ ഇടി വെട്ടിച്ച് കൊല്ലാം ഗൈസ്. വെയിറ്റ്. ഓക്കെ ഗൈസ്, നമ്മളിനി ലാസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് TNT സോഡാണ്. നമുക്ക് നല്ല ട്രൈ ചെയ്ത് നോക്കാം. ഏട്ടാ മോനെ പൊളി സാധനം. നമ്മൾ ഇതിച്ച് മോബ്സിനടിച്ച് അപ്പം TNT പൊട്ടുന്ന പോലെ അവന്മാർ തെറിച്ച് പോകും ഗൈസ്. പൊളി സാധനം കൊള്ളാം ഗൈസ്. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് എല്ലാം നല്ല രസമുണ്ട്. ഒന്ന് നിൽക്ക് രണ്ട് ഹിറ്റിനാണ് ഗൈസ് നമ്മുടെ ഷീപ്പ് മരിച്ചു പോയത്. ഓക്കെ, എന്തായാലും ഇതൊരു കിടിലൻ സോഡാണ് ഗൈസ്. പൊളി സാധനം, നല്ല രസമുണ്ടല്ലോ. ഇത് വെച്ച് ഒരെല്ലാം മോംസ് അടുത്ത് വരുമ്പോൾ നമുക്ക് തെറിപ്പിച്ച് കളയാൻ പറ്റും ഗൈസ്. ഈ കുഴി എങ്ങനെ ഉണ്ടായെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്ത് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ കാണുന്ന സോഡെല്ലാം നമ്മൾ വാസുണ്ണൻ്റെ കടയിൽ നിന്ന് വാങ്ങണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വാസു ഓയ് വാസുണ്ണം വടിയായി. എന്നാൽ ഈ സോഡെല്ലാം നമുക്ക് തന്നെ എടുത്തേക്കാം. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ബൈ.